ഹായ് മക്കളെ, 5ാം ക്ലാസ്സിലെ എല്ലാ മക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 5ാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസിൻ്റെ സെക്കൻഡ് ടൈം ഇവാലുവേഷൻ 2024-25 കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളതെന്നും അതിൻ്റെ ആൻസേഴ്സ് എന്തൊക്കെയാണെന്നും നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ ആക്ടിവിറ്റി, ഒബ്സർവ് ദ ഔട്ട്ലൈൻ ഓഫ് ദ എക്സിബിഷൻ ഗ്രൗണ്ട്. താഴെ എക്സിബിഷൻ ഗ്രൗണ്ടിൻ്റെ ഒരു ഔട്ട്ലൈൻ തന്നിട്ടുണ്ട്, അത് ഒബ്സർവ് ചെയ്യാം. അതിനുശേഷം താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാം. അപ്പോൾ ആ ഒരു ഗ്രൗണ്ടിൽ അതിൻ്റെ ഡയറക്ഷൻ നോർത്ത്, വെസ്റ്റ്, ഈസ്റ്റ്, സൗത്ത് എവിടെയാണെന്ന് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സർക്കസ് ടെൻറ്റ്, റെസ്റ്റോറൻറ്റ്, ജെയിൻറ്റ് വീല്, മീറ്റിംഗ് വെന്യൂ, മാജിക് ഷോ സ്റ്റേജ്, എൻട്രൻസ് ഗേറ്റ്, ഫാൻസി സ്റ്റോർ, ഇത്രയും സംഭവങ്ങൾ എവിടെയൊക്കെയാണെന്നുള്ളത് അവിടെ അടയാളപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അല്ലേ. ഇനി നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, വിച്ച് ഡയറക്ഷൻ ഓഫ് ദ മാജിക് ഷോ സ്റ്റേജ് ഈസ് ദ റെസ്റ്റോറൻറ്റ്. മാജിക് ഷോ സ്റ്റേജിൻ്റെ ഏത് ഡയറക്ഷനിലാണ് റെസ്റ്റോറൻറ്റ് ഉള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏത് ഡയറക്ഷനിലാണുള്ളത്? ഇവിടെ നോക്കൂ, എവിടെയാണ് ഇവിടെ മാജിക് ഷോ എന്ന് പറയുന്നത്? ഇവിടെയാണ് അല്ലേ. സോ റെസ്റ്റോറൻറ്റ് ഇവിടെയാണുള്ളത്. ഇത് ഏത് ഡയറക്ഷനാണ്? നോർത്ത് ഡയറക്ഷൻ ആണ്. അപ്പോൾ ഫസ്റ്റ് ആൻസർ എന്ന് പറയുന്നത് നോർത്ത്. രണ്ടാമത്തേത്, വിച്ച് ഡയറക്ഷൻ ഷുഡ് വൺ മൂവ് ഫ്രം ജെയിൻറ്റ് വീൽ ടു റീച്ച് ദ മീറ്റിംഗ് വെന്യൂ. ജെയിൻറ്റ് വീൽ നിൽക്കുന്നിടത്ത് നിന്നും ഏത് ഡയറക്ഷനിൽ പോയാലാണ് മീറ്റിംഗ് വെന്യൂയിലേക്ക് എത്തുക? ജെയിൻറ്റ് വീൽ ഇവിടെയാണുള്ളത്, മീറ്റിംഗ് വെന്യൂ എന്ന് പറയുന്നത് ഇതാണ്. ഇത് ഏത് ഡയറക്ഷനിലാണ് നമുക്ക് പോകേണ്ടത്? ഏതാണ്? സൗത്ത് ഡയറക്ഷനിലാണ് അല്ലേ. അപ്പോൾ അവിടെ സൗത്ത് എന്ന് എഴുതി കൊടുക്കുക, സൗത്ത്. രണ്ടാമത്തത്, വിച്ച് ഡയറക്ഷൻ ഓഫ് ദ റെസ്റ്റോറൻറ്റ് ഈസ് ദ എൻട്രൻസ് ഗേറ്റ്. റെസ്റ്റോറൻറ്റ് എൻട്രൻസ് ഗേറ്റിൻ്റെ ഏത് ഡയറക്ഷനിലാണുള്ളത്? എൻട്രൻസ് ഗേറ്റ് ഇവിടെയാണുള്ളത്, റെസ്റ്റോറൻറ്റ് ഇവിടെയാണ്. ഇങ്ങോട്ട് വരിക എന്ന് പറയുമ്പോൾ സൗത്തിലേക്കാണ് പോകുന്നത് അല്ലേ. അപ്പോൾ തേർഡ് ആൻസർ എന്ന് പറയുന്നത് സൗത്ത് ആണ്. വിച്ച് ഡയറക്ഷൻ ഷുഡ് വൺ മൂവ് ഫ്രം ദ ജെയിൻറ്റ് വീൽ ടു റീച്ച് ദ സർക്കസ് ടെൻറ്റ്. ജെയിൻറ്റ് വീലിൻ്റെ അടുത്ത് നിന്ന് മൂവ് ചെയ്യുകയാണെങ്കിൽ സർക്കസ് ടെൻറ്റിലേക്ക് ഏത് ഡയറക്ഷനിലൂടെയാണ് പോകേണ്ടത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏത് ഡയറക്ഷനിലൂടെയാണ് പോകേണ്ടത്? ഇവിടെ നമുക്ക് പിക്ചർ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലേ. എവിടെയാണ് നമ്മുടെ ജെയിൻറ്റ് വീൽ ഉള്ളത്? ഇവിടെയാണുള്ളത്. അതുപോലെ സർക്കസ് ടെൻ്റ് ഉള്ളത് ഇവിടെയാണ്. ഇങ്ങോട്ട് മൂവ് ചെയ്യുക എന്ന് പറയുമ്പോൾ എങ്ങോട്ടാണ്? വെസ്റ്റിലേക്കാണ് മൂവ് ചെയ്യുന്നത്, വെസ്റ്റ്. ദെൻ വിച്ച് ഡയറക്ഷൻ ഷുഡ് വൺ മൂവ് ഫ്രം ദ ഫാൻസി സ്റ്റോർസ് ടു റീച്ച് ദ മീറ്റിംഗ് വെന്യൂ. ഫാൻസി സ്റ്റോറിൽ നിന്നും മീറ്റിംഗ് വെന്യൂയിലേക്ക് എങ്ങോട്ടാണ് പോകുന്നത്? ഏത് ഡയറക്ഷനാണത്? ഏതാണ്? ഈസ്റ്റ് ആണല്ലേ. അപ്പോൾ അവിടെ ആൻസർ എന്ന് പറയുന്നത് ഈസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എല്ലാ ആൻസേഴ്സും നമുക്ക് കിട്ടി. നിങ്ങൾ ഈ ഡയറക്ഷൻ കറക്റ്റായിട്ട് നോക്കിയാൽ മതി, ബാക്കിയെല്ലാം ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. രണ്ടാമത്തേത് ആക്ടിവിറ്റി നമ്പർ 2 ആണ്. ന്യൂസ് റിലേറ്റഡ് ടു ദ ഫോം ഓഫ് ഗവൺമെൻറ് എക്സിസ്റ്റിംഗ് ഇൻ അവർ കൺട്രി ഹാവ് ബീൻ ഗിവൺ. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് നമ്മുടെ കൺട്രിയിലുള്ള ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട കുറച്ച് ന്യൂസാണ് തന്നിട്ടുള്ളത്. ഫസ്റ്റ് വൺ, ദ ഗ്രാമസഭ വാർഡ് സഭ കൺക്ലൂഡഡ് ബൈ എഗ്രി ദ പ്രയോറിറ്റി ഫോർ ദ ഡെവലപ്മെൻറ്റ് വർക്ക്സ് ഓഫ് ദ വാർഡ്. അഥവാ വാർഡിലെ ആ ഡെവലപ്മെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഏതാണ് പ്രയോറിറ്റി അതനുസരിച്ച് ഗ്രാമസഭ അല്ലെങ്കിൽ വാർഡ് സഭ അതിന് കൺക്ലൂഡ് ചെയ്തു എന്നാണ് പറയുന്നത്. ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി adjourned for ഇൻഡിഫൈൻഡ് പീരീഡ് ആഫ്റ്റർ പാസിംഗ് ദ ബിൽ. ബില്ലുകൾ പാസ്സാക്കിയിട്ട് നമ്മുടെ നിയമസഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു എന്നാണ് പറയുന്നത്. സോ ഇതിൽ ചോദ്യം, ഐഡൻറ്റിഫൈ ദ സഭ വിച്ച് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഡയറക്റ്റ് ഡെമോക്രസി. ഇവിടെ ഏതാണ് ഡയറക്റ്റ് ഡെമോക്രസി എന്ന് പറയുന്നത്? ഗ്രാമസഭ അല്ലെങ്കിൽ വാർഡ് സഭയാണ്. ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് ഗ്രാമസഭ അല്ലെങ്കിൽ വാർഡ് സഭ. ബി ചോദ്യം, January 25 is Voters' Day. As part of this, Mittu prepared a speech on the topic Features of Democracy. 1 point is given below. Add more points. അപ്പോൾ ജനുവരി 25 വോട്ടേഴ്സ് ഡേ ആണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മിട്ടു എന്ത് ചെയ്യാണ്? ഫീച്ചേഴ്സ് ഓഫ് ഡെമോക്രസി എന്ന ടോപ്പിക്കിൽ ഒരു സ്പീച്ച് തയ്യാറാക്കുകയാണ്. അതിൻ്റെ കുറച്ച് ഒരു പോയിന്റ്സ് താഴെ കൊടുത്തിട്ടുണ്ട്, ബാക്കി പോയിന്റ്സ് നമ്മൾ എഴുതണം. തന്നിട്ടുള്ളത്, ഇൻ ഡെമോക്രസി ദ സുപ്രീം പവർ ബിലോങ്സ് ടു ദ പീപ്പിൾ. ഡെമോക്രസിയിൽ സുപ്രീം പവർ എന്ന് പറയുന്നത് ആർക്കാണ്? ജനങ്ങൾക്കാണ്. പിന്നെ നമുക്ക് എന്ത് എഴുതാം? പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ സ്റ്റേറ്റ്സ്. സ്റ്റേറ്റ്സിൻ്റെ ഇൻട്രസ്റ്റ് അനുസരിച്ചായിരിക്കും, ഇൻട്രസ്റ്റ് ആണ് സംരക്ഷിക്കുന്നത്. ക്ലാരിഫൈ ഡൗട്ട്സ് ആൻഡ് റിഗാർഡിംഗ് കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്. കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സിൻ്റെ എല്ലാ ഡൗട്ട്സും ക്ലാരിഫൈ ചെയ്യുന്നു. ഡിഫൈൻ ദ റെസ്പോൺസിബിലിറ്റീസ് ബിറ്റ്വീൻ ദ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ആൻഡ് ദ യൂണിയൻ ഗവൺമെൻറ്. യൂണിയൻ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റുമാണ് റെസ്പോൺസിബിലിറ്റീസിനെ ഡിഫൈൻ ചെയ്യുന്നത്. കൺട്രോൾ ദ കോൺസെൻട്രേഷൻ ഓഫ് പവർ ആൻഡ് എൻഷുർ ദ ഓട്ടോണമി ഓഫ് ദ സ്റ്റേറ്റ്സ്. സ്റ്റേറ്റ്സിൻ്റെ എല്ലാ പവേഴ്സും ഉറപ്പുവരുത്തുകയും അതിനെ കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നു. സ്ട്രെങ്തൻ ദ റെഗുലേറ്റ് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ്.
സെൻറ്ററിൻ്റെയും സ്റ്റേറ്റിൻ്റെയും റിലേഷൻഷിപ്പിനെ റെഗുലേറ്റ് ചെയ്യുന്നതും സ്ട്രെങ്തൻ ചെയ്യുന്നതും ഇതാണ്. മാത്രമല്ല അവിടെ എന്താണ്, സ്വാതന്ത്ര്യവും നിഷ്പക്ഷവുമായിട്ടുള്ള ഒരു ജുഡീഷ്യറി സിസ്റ്റവും നമുക്ക് ഉണ്ടായിരിക്കും. മാത്രമല്ല ജനങ്ങളും ഭരണകൂടവും തമ്മിൽ ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ എന്തുണ്ടായിരിക്കും, മീഡിയാസ് ഉണ്ടായിരിക്കും. അത്തരം പോയിന്റ്സുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ പോയിന്റ്സ് പറഞ്ഞു തന്നു, അതനുസരിച്ച് നിങ്ങൾ എഴുതി കൊടുക്കാം. ആക്ടിവിറ്റി നമ്പർ 3 നോക്കാം. അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ഗാന്ധിജി, ഇന്ത്യൻ പീപ്പിൾ ടേൺ ദ ഫ്രീഡം സ്ട്രഗിൾ ഇൻ ടു എ മാസ് മൂവ്മെന്റ് യൂസിങ് ഡ്രസ് ആൻഡ് ക്ലോത്തിങ് ആസ് എ വെപ്പൺ ഓഫ് സ്ട്രഗിൾ. എന്താ പറയുന്നത്, നമുക്കറിയാം ഗാന്ധിജിയുടെ ലീഡർഷിപ്പിൽ വസ്ത്രങ്ങളെയും വസ്ത്രധാരണത്തെയും ഒരു സമരായുധമാക്കിയിട്ട് അല്ലേ, മാസ് മൂവ്മെന്റ് ആക്കിയിട്ട് വെപ്പൺ ഓഫ് സ്ട്രഗിൾ ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യൻ ജനത ഈ ഒരു സ്വാതന്ത്ര്യ സമരത്തെ ഒരു ബഹുജന പ്രക്ഷോഭമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ചോദ്യം, പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് ഓൺ ദ അജിറ്റേഷൻസ് റിലേറ്റഡ് ടു ദ ഡ്രസ് ലെഡ് ബൈ ഗാന്ധിജി. അപ്പോൾ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഈ ഒരു വസ്ത്രവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രക്ഷോഭങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അല്ലേ, അതിനെ കുറിച്ചിട്ട് ഒരു കുറിപ്പ് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ അതിൽ എഴുതേണ്ട കാര്യങ്ങൾ നമ്മുടെ ഖാദിയെ കുറിച്ചിട്ടും ചർക്കയെ കുറിച്ചിട്ടും അതുപോലെ തന്നെ വിദേശ ഡ്രസ്സുകൾ ബഹിഷ്കരണം നടത്തി അതിനെ കുറിച്ചിട്ടൊക്കെയാണ് നിങ്ങൾ അവിടെ എഴുതേണ്ടത്. ഓക്കെ, ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ വായിച്ചു നോക്കുക. ആ ഭാഗങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ചെറിയ നോട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ചോദ്യം, വിച്ച് റൂളർ ഇഷ്യൂഡ് എ പ്രൊക്ലമേഷൻ ഇൻ ട്രാവൻകൂർ ഇൻ 1859 ഗ്രാൻഡിങ് ദ റൈറ്റ് ടു വിയർ ദ അപ്പർ ക്ലോത്ത്സ്. അഥവാ സ്ത്രീകൾക്ക് മേൽവസ്ത്രം ധരിക്കാൻ വേണ്ടിയിട്ട് 1859 ഒരു പ്രൊക്ലമേഷൻ വന്നിട്ടുണ്ടായിരുന്നു, ട്രാവൻകൂർ പ്രൊക്ലമേഷൻ. ഇത് ആരാണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത്. ആരാണ്? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. ഓക്കെ, അപ്പോൾ അവിടെ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ എന്ന് എഴുതി കൊടുക്കാം. ഓക്കെ, ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ആക്ടിവിറ്റി നമ്പർ 4 ആണ്. ആസ് പാർട്ട് ഓഫ് ദ ലീനിങ് ആക്ടിവിറ്റി, മിയ ഈസ് പ്രിപ്പയർഡ് എ വോൾ മാഗസിൻ യൂസിങ് ദ സ്റ്റിക്കേഴ്സ് ഇൻ ദ ഷേപ്പ് ഓഫ് കോണ്ടിനെന്റ്. ക്യാൻ യു ഹെൽപ്പ് മിയ ടു ഐഡന്റിഫൈ ദ കോണ്ടിനെന്റ്സ്? ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, മിയ കുറച്ച് സ്റ്റിക്കേഴ്സ്, കോണ്ടിനെന്റ്സിന്റെ സ്റ്റിക്കേഴ്സ് ഒക്കെ ഒട്ടിച്ച് വെക്കുകയാണ്. അപ്പോൾ ഇത് ഏതൊക്കെ കോണ്ടിനെന്റ്സ് ആണ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് മിയെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നായിട്ട് നോക്കാം അല്ലേ. അപ്പോൾ ആദ്യത്തേത് നമുക്ക് ഏഷ്യ എന്നവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇനി രണ്ടാമത്തേതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തേത് ഏതാണ്? രണ്ടാമത്തേത് നോർത്ത് അമേരിക്കയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ 2 എന്നുള്ളിടത്ത് നമ്മൾ എന്ത് എഴുതുക, നോർത്ത്, എ എന്നുള്ളിടത്ത് നോർത്ത് അമേരിക്ക എന്ന് എഴുതി കൊടുക്കുക. മൂന്നാമത്തേത് ബി എന്ന് പറയുന്നത് ഓസ്ട്രേലിയയാണ്. ഓക്കെ, ഓസ്ട്രേലിയ. ഇനി സി എന്ന് പറയുന്നത് യൂറോപ്പാണ്. ഇനി ഡി എന്ന് പറയുന്നത് ആഫ്രിക്കയാണ്. ഇ എന്ന് പറയുന്നത് സൗത്ത് അമേരിക്കയാണ്. ഓക്കെ, നെക്സ്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ട് അന്റാർട്ടിക്കയാണെന്ന്. അപ്പോൾ ഓരോ കോണ്ടിനെന്റും അതിൻ്റെ ഷേപ്പ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റണം ഇത് ഏതൊക്കെയാണ് കോണ്ടിനെന്റ് എന്നുള്ളത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് കടക്കാം. ആക്ടിവിറ്റി നമ്പർ 5 ആണ്. ട്രാൻസ്പോർട്ട് സിസ്റ്റം പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഷേപ്പിംഗ് ദ മോഡേൺ സൊസൈറ്റി. മോഡേൺ സൊസൈറ്റി ഷേപ്പ് ചെയ്യുന്നതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ തന്നെയാണ് ട്രാൻസ്പോർട്ട് സിസ്റ്റം വഹിക്കുന്നത് അല്ലേ. അതുമായി ബന്ധപ്പെട്ട കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ആക്സസിബിൾ ടു ഓൾ സെക്ഷൻ ഓഫ് പീപ്പിൾ, എല്ലാ ജനങ്ങൾക്കും ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ലോ ലെവൽ ഓഫ് പൊല്യൂഷൻ വളരെ ചെറിയ രീതിയിൽ മാത്രമേ ഉള്ളൂ. ദെൻ മോർ സ്യൂട്ടബിൾ ഫോർ ഇൻ്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ്, ഇൻ്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളതാണ്. ദ ഫാസ്റ്റസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് റിലേറ്റീവ്ലി ലെസ് എക്സ്പെൻസീവ് കുറവാണ്. എ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് യൂസ്ഫുൾ ഫോർ ഫിഷിങ്ങിനൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. ഇനി ഇതിലെ ചോദ്യം, ഫൈൻഡ് ദ റൈറ്റ് കൺസെപ്റ്റ് റിലേറ്റഡ് ടു വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ ഫ്രം ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ്. ഈ സ്റ്റേറ്റ്മെന്റിൽ ഏതൊക്കെയാണ് വാട്ടർ ട്രാൻസ്പോർട്ടേഷനുമായി ബന്ധപ്പെട്ടത് എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ഒന്നാമത്തെ നോക്കൂ, ആക്സസിബിൾ ടു ഓൾ സെക്ഷൻ ഓഫ് പീപ്പിൾ എന്നുള്ളത് ശരിയാണോ? അല്ല. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ലോ ലെവൽ ഓഫ് പൊല്യൂഷൻ എന്നുള്ളതാണ്. അത് ശരിയാണ്. ലോ ലെവൽ ഓഫ് പൊല്യൂഷൻ ആണ് എന്ത് പറയുന്നത്, വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത്. മോർ സ്യൂട്ടബിൾ ഫോർ ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ്, അതും ശരിയാണ്. കാരണം ഷിപ്പ് നമുക്കറിയാം സീയിലൂടെയൊക്കെ പോകുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇന്റർനാഷണൽ കണക്ഷൻസ് ഒക്കെ വളരെ ഈസി ആയിട്ട് പറ്റും. ദ ഫാസ്റ്റസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ശരിയാണോ? അല്ല, അത് ഫാസ്റ്റസ്റ്റ് ഒന്നുമല്ല. അത് ഏതാണ്? എയർ ട്രാൻസ്പോർട്ടേഷൻ ആണ്. റിലേറ്റീവ്ലി ലെസ് എക്സ്പെൻസീവ് കുറവാണ് എന്നതും ശരിയാണ്. എ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് യൂസ്ഫുൾ ഫോർ ഫിഷിംഗ് ടു എന്ന് പറയുന്നതും ശരിയാണ്. അപ്പോൾ ഈ 4 പോയിന്റ്സ് ആണ് വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ എന്നുള്ളതിൽ എഴുതേണ്ടത്. ഓക്കെ,
ഇനി ഇതിലെ ബി ചോദ്യം നോക്കാം. വിച്ച് സിറ്റി ഈസ് നോൺ ആസ് ദ വെനീസ് ഓഫ് ദ ഈസ്റ്റ്? വെനീസ് ഓഫ് ദ ഈസ്റ്റ് എന്നറിയപ്പെടുന്നത് ഏത് സിറ്റിയാണ്? ആലപ്പുഴ, കൊച്ചി, കൊല്ലം, കോഴിക്കോട്. ഏതാണ്? ഓപ്ഷൻ എ ആലപ്പുഴയാണ് വെനീസ് ഓഫ് ഈസ്റ്റ് എന്ന് അറിയപ്പെടുന്നത്. ഇനി നെക്സ്റ്റ് വണ്ണിലേക്ക് പോവാം. 6th ആക്ടിവിറ്റി ആണ്. ടിനു ഹാസ് പ്രിപ്പയർ എ കൺസെപ്റ്റ് മാപ്പ് ബേസ്ഡ് ഓൺ ദ തീം നോയിങ് ഇന്ത്യ. ഇന്ത്യയെ അറിയുക എന്നുള്ള തീമിൽ ടിനു പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു കോൺസെപ്റ്റ് മാപ്പാണ് താഴെ തന്നിട്ടുള്ളത്. ഒബ്സർവ് ദ മാപ്പ് ഗിവൺ ബിലോ ആൻഡ് കംപ്ലീറ്റ് ദ മിസ്സിംഗ് പാർട്ട്. ഇതിൽ ചിലത് മിസ്സാണ്, അത് ഏതൊക്കെയാണെന്ന് തിരിച്ചറിയാനാണ് പറയുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് യൂണിയൻ ടെറിട്ടറി ലൊക്കേറ്റഡ് അറേബ്യൻ സീ നിയർ കേരള. കേരളത്തിന് തൊട്ടടുത്തായിട്ട് അറേബ്യൻ സീ യൂണിയൻ ടെറിട്ടറി ആയിട്ട് ലൊക്കേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രദേശം ഏതാണത്? ലക്ഷദ്വീപാണ്. അപ്പോൾ ഒന്നാമത്തെ ആൻസർ എന്ന് പറയുന്നത് ലക്ഷദ്വീപ്. ഇനി രണ്ടാമത്തേത് ക്യാപിറ്റൽ ഓഫ് മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഏതാണ്? മുംബൈ ആണ്, മുംബൈ. മൂന്നാമത്തേത് ദ ഇന്ത്യൻ സ്റ്റേറ്റ് ദാറ്റ് ഷെയർസ് ബോർഡേഴ്സ് വിത്ത് മോസ്റ്റ് സ്റ്റേറ്റ്. ഏറ്റവും കൂടുതൽ സ്റ്റേറ്റിൻ്റെ ബോർഡേഴ്സ് ഷെയർ ചെയ്യുന്ന ഒരു ഇന്ത്യൻ സ്റ്റേറ്റ് ഏതാണ്? ഉത്തർപ്രദേശ് ആണ്. ഓക്കെ, ഉത്തർപ്രദേശ്. ഇനി ഫോർത്ത് വൺ എന്ന് പറയുന്നത് ഇന്ത്യൻ സ്റ്റേറ്റ് വിച്ച് ലീസ്റ്റ് കോസ്റ്റൽ ഏരിയ. ലീസ്റ്റ് കോസ്റ്റൽ ഏരിയയുള്ള ഇന്ത്യൻ സ്റ്റേറ്റ് ഏതാണ്? ഗോവ. ഓക്കെ, ഗോവ. ഇനി ഫിഫ്ത്ത് വൺ അവിടെ കൊടുത്തിട്ടുണ്ട്. ദ സ്മോളസ്റ്റ് നെയ്ബറിംഗ് കൺട്രി എന്ന് പറയുന്നത് ഭൂട്ടാൻ. ഓക്കെ, അപ്പോൾ അവിടെ ഇന്ത്യയുടെ മാപ്പ് തന്നിട്ടുണ്ട്, അത് വെച്ചിട്ട് നിങ്ങൾ നോക്കിയിട്ട് എഴുതിയാലും മതി. ഇനി അടുത്ത ആക്ടിവിറ്റി ആണ് ഐഡന്റിഫൈ ദ സ്റ്റേറ്റ് എന്നുള്ളതാണ് അടുത്തതായിട്ട് വരുന്നത്. ലൊക്കേറ്റഡ് ഓൺ ദ ഈസ്റ്റ് കോസ്റ്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഈസ്റ്റ് കോസ്റ്റ് ഉള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ ക്യാപിറ്റൽ കൊൽക്കത്ത ഈസ് ദ ക്യാപിറ്റൽ. കൊൽക്കത്തയാണ് ക്യാപിറ്റൽ. ഇറ്റ് ഷെയർസ് ബോർഡേഴ്സ് വിത്ത് ഭൂട്ടാൻ, നേപ്പാൾ ആൻഡ് ബംഗ്ലാദേശ്. ഇതൊക്കെയായിട്ട് ബോർഡർ പങ്കിടുന്നുണ്ട്. ഏതാണത്? നമ്മുടെ വെസ്റ്റ് ബംഗാളാണ്. ആൻസർ എന്ന് പറയുന്നത് വെസ്റ്റ് ബംഗാൾ. ഇനി ആക്ടിവിറ്റി നമ്പർ 7 ആണ് അടുത്തതായിട്ട് നോക്കുന്നത്. അഡ്വാൻസ്മെന്റ് ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി ഹാവ് പേവ്ഡ് ദ വേ ഫോർ ജെയിൻഡ് ലീപ്സ് ഇൻ കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷനിൽ ഒരുപാട് ഡെവലപ്മെന്റ് ഉണ്ടാക്കിയിട്ടുള്ളതാണ് എന്ത് പറയുന്നത്? അഡ്വാൻസ്മെന്റ് ഇൻ സയൻസ് എന്ന് പറയുന്നത് അല്ലേ. ഇൻലാൻഡ്, ടെലിഫോൺ, ഇന്റർനെറ്റ്, ഇമെയിൽ, മൊബൈൽ ഫോൺ ഇത്രയും കൊടുത്തിട്ടുണ്ട്. കമ്പയർ ദ കോൺട്രാസ്റ്റ് ഇൻഡിവിജ്വൽ കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്സ് വിത്ത് മാസ് കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്സ് ആൻഡ് മേക്ക് എ നോട്ട് വിത്ത് എക്സാമ്പിൾ. അപ്പോൾ എന്താണ് ഇൻഡിവിജ്വൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ? ഇൻഡിവിജ്വൽസിൻ്റെ ഇടയിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലേ. ഇപ്പോൾ ലെറ്റർ, ടെലഗ്രാഫ്, ടെലിഫോണ്, ഫാക്സ് ഇതൊക്കെ എന്താണ്? പേഴ്സൺസിന് ത്രൂ പേഴ്സൺസ് മാത്രമേ നടക്കുന്നതാണ്. ഇനി എന്താണ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ? സെയിം ആയിട്ടുള്ള ഒരു തോട്ട്സിനെയോ അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റിനെയോ എന്തായിക്കോട്ടെ അതിനെന്താണ് ഒരു വലിയ പീപ്പിൾ, ഹ്യൂജ് ഓഫ് പീപ്പിളിൻ്റെ ഇടയിലേക്ക് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് അല്ലേ. ഇപ്പോൾ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ, ഇതൊക്കെ ന്യൂസ് പേപ്പർ ഒരാൾ മാത്രമാണോ വായിക്കുക? അല്ല, ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത് ഒരു ഹ്യൂജ് ഓഫ് പീപ്പിൾ വായിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ളതിനെയാണ് നമ്മൾ മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ബി ചോദ്യം, ഫൈൻഡ് ആൻഡ് റൈറ്റ് ദ ലോഗോ ഓഫ് ഇന്ത്യ പോസ്റ്റ് ഫ്രം ദ ഗിവൺ ലോഗോസ്. താഴെയുള്ള ലോഗോസിൽ ഏതാണ് ഇന്ത്യൻ പോസ്റ്റിൻ്റെ ലോഗോ? ഏതാണ്? ബി ആണ് ഇന്ത്യൻ പോസ്റ്റിൻ്റെ ലോഗോ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നതും ആൻസേഴ്സ് എന്ന് പറയുന്നതും. അപ്പോൾ എല്ലാ കൂട്ടുകാരും നന്നായിട്ട് എക്സാം എഴുതുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക്